വലത്തെ കാലിന്റെ അടയാളം കണ്ട, ഇത് കാൽപാദം, ഇത് കൈയിന്റെ അടയാളം കണ്ട, കൈ വെച്ച അടയാളം, ഇത് പശു കുട്ടി അടയാളം കണ്ട, പശുവിന്റെ കുളമ്പിന്റെ അടയാളം. പിന്നെ മൂപ്പർ ഇങ്ങനെ പിടിച്ച് കയറിയത് ഇങ്ങോട്ടേക്ക്, രണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ പിടിച്ച് കയറിയണ്ട. ഒരു ഷെയ്തായതിന്റെ ഉള്ളില് ഒരു വെടിയേറ്റിട്ട് 22 കിലോമീറ്റർ ദൂരം നടന്നു വന്നിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പൊ പശു വന്നിട്ട് മൂപ്പർക്ക് മുട്ട് കുത്തിയിട്ട് പാല് കൊടുത്തു. ഒരു വെടിയേറ്റ് വന്ന് കടന്ന സ്ഥലം. ആ സമയത്ത് ആരും കാണാൻ ആളില്ല. ആ സമയത്ത് പശു വന്നിട്ട് മുട്ട് കുത്തിയിട്ട് പാല് കൊടുത്ത് കുയി കാണുന്നത് മുട്ട് കുത്തിയ സ്ഥലം. ഇതോടെ ഇങ്ങനെ കിടക്കുമ്പോ തല വെച്ച ഭാഗം ഇത് നമുക്ക് ഇങ്ങോട്ട് കിബില കിട്ടുന്നു. കിബിലത്തിന് ഈ ഭാഗത്തേക്ക് കിടക്കണം. അപ്പൊ ഇങ്ങനെ ഒരു തല ഇങ്ങനെ ചെരിഞ്ഞ് വെച്ച് കിടന്ന് ആ തല വെച്ച ഭാഗം ഇത്. ഇതോടെ ബാള് വെച്ച സ്ഥലം. വാല പൊട്ടിയത് ഷെയ്ത് ചങ്ങല വലിച്ചത് കയറ് വലിച്ച് താഴെ. ആദ്യം കയറ് കൊണ്ട് വരുന്നതായിട്ട് പശുവിന് ചങ്ങല കെട്ടി ഇങ്ങോട്ട് വരും. ഇത് പശുവും കുട്ടി വന്നിട്ട് പാലെടുത്ത് കുളമ്പുണ്ട കുട്ടീന്റെ ചവിട്ട് ഇങ്ങോട്ട് വരും. ആടന്ന് കയ്യത് ആടന്ന് വീണ്ടും വരും. പശു വന്നിട്ട് ഈ തോട്ടിന്ന് മല കയറ്റി കയറി. ആദ്യം കയറിൽ വന്നേ. ഇത് കയറിന്റെ അടയാളം കണ്ട, ഇത് കയറ് വലിച്ചടയാളം, ഇത് ചങ്ങല വലിച്ചടയാളം കണ്ട. ഇങ്ങനെ അടം വരെ കണ്ട ചങ്ങല. ഇത് പശു ചവിട്ടി അടയാളം. 3 ദിവസം വരെ ഒരിടെ ഉണ്ടായത് പാറപ്പുറത്ത്. 3ാമത്തെ ദിവസം ഒഫാത്തായത്. ഇങ്ങനെ പോയിട്ട് ഇവർക്ക് മുട്ടുകുത്തിയിട്ട് പാലെടുത്ത് ഒരു 3 ദിവസം വരെ ഈ പാറപ്പുറത്ത് ഉണ്ടായിന്. 22 കിലോമീറ്റർ അപ്പുറം താമസിച്ച ഒരു വീടുണ്ട്, താവൂർ എന്നൊരു സ്ഥലം. അവിടെ നിന്നാണ് മഹാനെ ചതിച്ചത് ശത്രുക്കള്. അതിൽ അവർ കയ്യിലൊരു ബാളുണ്ട് എന്നറിയത്. ഒരു ആയുധം ഉണ്ടോ അവർ കയ്യിലുണ്ട്, വെടിയേക്കൂല. അത് മൂപ്പര് പിന്നെ കയ്യിലുള്ള സമയത്ത് വെടിവെച്ചിട്ട് വെടിവെച്ച ആളെന്നെ തിരിച്ചടിച്ച് ചത്തുവിനാലും അവർക്ക് തട്ടുന്നില്ല. അങ്ങനെ കൂടെ ഒരു പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അടിമസ്ത്രീ എന്നും പറയുന്നത് പെങ്ങളെന്ന് പറയുന്നത്. ശരിയാ തെളിവ് അറിയില്ല ആർക്കും. അങ്ങനെ ഈ പെങ്ങളാന്ന് മൂപ്പര ഒറ്റ കൊടുത്തത്. 22 കിലോമീറ്റർ അപ്പുറം താമസിച്ച് വീട്ടിൽ നിന്ന് അങ്ങനെ ഒറ്റ കൊടുത്തിട്ട് ഒരു നിസ്കരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബാള് താഴെ വെക്കൂല. അങ്ങനെ ആ സമയം നോക്കിയിട്ടാണ് മൂപ്പര ചതിച്ചിട്ട് അങ്ങനെ വെടിയേറ്റിട്ട് 22 കിലോമീറ്റർ അപ്പുറം നടന്നു വന്നിട്ട് കിടന്നു. അങ്ങനെ ആരും കാണാൻ ആളില്ല. ആ സമയത്ത് 3 ദിവസം വരെ 2 കിലോമീറ്റർ അപ്പുറത്ത് പശു വന്നിട്ട് തോട്ടുന്നതിന്റെ അകട് കൈ വൃത്തിയാന സമയത്ത് അവർക്ക് മുട്ടുകുത്തിയിട്ട് പാലെടുത്തു. താഴ്ന്ന് മൂപ്പര ഷെയ്തായത്. ചെയ്തതിന് ശേഷം കവറെടുക്കുന്ന സ്ഥലത്തെല്ലാം പാറക്കല്ലായിട്ട് കവർ വയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഓരോ എടുത്തുകൊണ്ടാ തീരുമാനിച്ചു പള്ളിയിലേക്ക്. അന്ന് പള്ളി നിലവിലുണ്ട്. എടുക്കാൻ വേണ്ടി പള്ളി പിന്നെ മയ്യത്ത് ജനാസ പൊന്തിയില്ല ഇടുന്നു. അങ്ങനെ അവസാനം ഇവിടെ വന്ന് സംഭവം പറഞ്ഞ് ഫാത്തിയാക്കി ദ്വാരുന്നില്ല അന്നിലെ ആൾക്കാർ. 400 കൊല്ലം മുന്നേ ആണ്. ആ സമയത്ത് മൂപ്പര നെറ്റിത്തടം പൊട്ടിയിട്ട് ഇപ്പൊ മക്കബറുണ്ടല്ലോ, അവിടത്തേക്ക് രക്തം പൊന്തി പോയിട്ട് വീണ്. രക്തത്തിന്റെ അടയാളം കണ്ടിട്ട് അവിടെ കബറെടുത്തു. കബറിന്റെ പണിയാൻ രക്ഷാന്ന് ജനാസ ഇടുന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ കൊണ്ടിട്ട് അവിടെ മറവ്. അപ്പൊ ഞങ്ങൾ ഒറ്റ കൊടുത്തതിന് സ്ത്രീകൾക്ക് മക്കാമിലേക്ക് പ്രവേശില്ല. പശു വന്ന് പാലെടുത്തതിനുണ്ട്. പശു മൂര്യൊന്നും ഇറക്കാൻ പാടില്ല നമ്മുടെ നാട്ടിൽ. അതവർക്ക് ഇഷ്ടമില്ല ഇറക്കാം. ആട് കോഴി ഇങ്ങനത്തെ എല്ലാം ഇറക്കാം. അതിന് ഉറൂസിന്റെ സമയത്ത് കാട്ടുപോത്തിന് കൊണ്ടുവരുന്നത്. ഇത് കയ്യിലുള്ളപ്പോ ബടി കൊള്ളില്ല. അത് വെച്ചെങ്കില് ആയുധം ഉണ്ടെന്നാ പറയുന്നത്. അതാണ് പിന്നെ അത് ശത്രുക്കൾ ഇങ്ങനെ പൊന്നെല്ലാം കൊടുത്തിട്ട് കൂടെ വന്ന പെണ്ണുങ്ങളോട് വെച്ചിട്ടാകുമ്പോ സംഭവം പറഞ്ഞു. അങ്ങനെ അത് അറിഞ്ഞിട്ടാണ് ഇവർക്ക് വെടിയേക്കുന്നത്. അതാണ് മക്കവർക്ക് അങ്ങോട്ട് സ്ത്രീകൾ വന്ന ഇഷ്ടമില്ലാണ്ട്. അവർ വന്നത് ഈജിപ്തിൽ നിന്ന്. നമ്മളെ കൊടകിൽ 3 സ്ഥലത്ത് വീടുണ്ടാക്കി. കുത്തിനാട്ടിലും താവൂരിലും ഒന്ന് നമ്മളെ പള്ളീന്റെ താഴ്ഭാഗത്ത്. പള്ളീന്റെ താഴ്ഭാഗത്തുള്ള വീടില്ല. മറ്റേ 2 വീട് നിലവിലുണ്ട്. അവിടെ 1 വർഷത്തേക്ക് ഒരിക്കൽ ഉറൂസെല്ലാം നടക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് പച്ചക്കൊല കൊത്തിയിട്ട് വെള്ളത്തിൽ മുക്കി കൊണ്ടുപോയിട്ട് ഓരോ ഉറൂസിന് അന്ന് ഓരോ വീട്ടിന് മുന്നിൽ കട്ടിലായിരുന്നു. അപ്പൊ അവിടെ പയമ്പ് എത്തിയിട്ടുണ്ടാവും. ഇപ്പം കാണുന്ന കറാമത്തതാണ് കുത്തിനാട്ടിൽ. അവിടുത്തെ ഉറൂസാകാനായി അത് വിരാജ്പേട്ടപ്പുറം. ഇവിടുന്ന് 65 കിലോമീറ്റർ ദൂരം വരും.